തെലങ്കാന നാഗർ കുർണൂരിലെ ടണൽ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിൽ. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് എത്തിയെങ്കിലും വൻതോതിൽ താഴേക്ക് പതിച്ച കല്ലും ചെളിയും ഈ ദൗത്യത്തിന് തടസ്സമാവുകയാണ്. എട്ടു ജീവനുകൾ അപകടത്തിൽപ്പെട്ട് 30 മണിക്കൂർ പിന്നിട്ടു. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. 2 എഞ്ചിനീയർമാരും 6 തൊഴിലാളികളും ഉൾപ്പെടെ 8 പേരാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത സൈന്യം അപകടമുണ്ടായ ഇടത്തിന് 4 കിലോമീറ്റർ അടുത്തുവരെ എത്തി. എന്നാൽ അരയാൾ പൊക്കത്തിൽ ചെളിയും കല്ലും നിറഞ്ഞു നിൽക്കുന്നത് ദൗത്യത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇതോടൊപ്പം ടണലിനകത്തെ വെള്ളത്തിന്റെ അളവ് ഉയർന്നു നിൽക്കുന്നതും പ്രതിസന്ധിയാണ്. കൂടുതൽ ശേഷിയുള്ള മോട്ടോറുകളും പൈപ്പുകളും ഉപയോഗിച്ച് വെള്ളവും ചെളിയും നീക്കം ചെയ്യാനാണ് ശ്രമം. ഇത് നീക്കം ചെയ്ത ശേഷം മാത്രമേ ദൗത്യസംഘത്തിന് മുന്നോട്ടു പോകാനാകൂ. 9.5 അടി വ്യാസമുള്ള ടണലാണിത്. അതിനാൽ ചെളി നീക്കിയാൽ ആളുകളെ അകത്തേക്ക് അയക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ബദൽ മാർഗമെന്ന നിലയിൽ ടണലിന് പുറത്തുകൂടി ഈ ഭാഗത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് ദൗത്യസംഘം. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചു പരിചയമുള്ള റാറ്റ് മൈനേഴ്സിന്റെ സഹായം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. ടണലിന്റെ മുകൾ ഭാഗത്തുണ്ടായ വിള്ളലിലൂടെ വെള്ളം ഇറങ്ങിയാണ് 3 മീറ്റർ ഭാഗത്തെ മേൽഭാഗം തകർന്നു വീണത്. 24 ബംഗളൂരു.